നമസ്കാരം. ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ. പരമശിവന്റെ അനുഗ്രഹം ലഭിക്കാത്തവർ ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഭഗവാനെ മനസ്സറിഞ്ഞ് ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവരിൽ ഭഗവാന്റെ കടാക്ഷം വന്ന് നിറയും. അത്തരത്തിൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആ സൗഭാഗ്യം, ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വരങ്ങൾ അത് ഏതെല്ലാമാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയുക പ്രയാസമാണ്. എന്നാൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ സാധിക്കും. ഭഗവാൻ നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന ആ വരങ്ങളെക്കുറിച്ച്, വിശേഷപ്പെട്ട ദിവസം നൽകിയിരിക്കുന്ന ആ വരത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും കണ്ണുകൾ അടയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കണ്ണുകൾ അടച്ച് പരമശിവനെ ഈ സമയം ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ, നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ പ്രശ്നങ്ങൾ, മനസ്സിലുള്ള ആ കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലണം എന്ന് ഭഗവാനോട് ഈ സമയം പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരണം, മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ഭഗവാനോട് ഈ സമയം പ്രാർത്ഥിക്കുക. ഭഗവാനെ മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാകുന്നു. കണ്ണുകൾ അടച്ചു തന്നെ ഏവരും പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. തന്നിരിക്കുന്നത് 2 ചിത്രമാണ്, ഭഗവാന്റെ 2 ചിത്രം. പതുക്കെ കണ്ണുകൾ തുറന്ന് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ, ഭഗവാന്റെ സാക്ഷാൽ പരമശിവന്റെ തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഏത് ചിത്രമാണ് ആദ്യം കണ്ടത്, ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചിത്രം, ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മംഗളകരമായ ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായി ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന വരമാകുന്നു. ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽ മാറ്റമോ തൊഴിലിൽ ഉയർച്ചയോ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം കൂടുതലായി സംഭവിക്കുക. തൊഴിൽപരമായി സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ഏത് കാര്യവും ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ആരംഭിക്കുകയാണ് എങ്കിൽ അതിൽ പെട്ടെന്ന് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. നിങ്ങൾക്ക് ഒരു ജോലി അനിവാര്യം തന്നെയാകുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെയാകുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി സാമ്പത്തിക ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. വിദേശത്തേക്ക് പോലും ജോലി ലഭിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്നാണ് ഫലം. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ ഇഷ്ടവിവാഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ഭഗവാൻ നൽകുന്ന വരം തന്നെയായി ഇത് കണക്കാക്കാം. ഇഷ്ടവിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകാവുന്നതാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. നിലവിലുള്ള തൊഴിലിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾ തേടുന്നതാണ് ഏറ്റവും ശുഭകരം. വിചാരിച്ച പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർമ്മരംഗത്ത്
ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ വന്ന് ചേരാവുന്നതാകുന്നു. ആഗ്രഹ സാഫല്യം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. അത് ഭഗവാൻ നൽകുന്ന വരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങളുടെ വിഷമങ്ങൾ, മനസ്സിനെ അലട്ടുന്ന ആ വിഷമങ്ങൾക്ക് പരിഹാരം വന്നു ചേരും എന്നുകൂടി ഫലമായി തന്നെ പരാമർശിക്കാം. പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാനെ നിത്യവും ആരാധിക്കുക എന്ന കാര്യമാകുന്നു. കൂടാതെ ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. കൂടാതെ വിഭൂതി അഥവാ ഭസ്മം നിത്യവും സന്ധ്യയ്ക്ക് ശുദ്ധിയോടെ തൊടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭഗവാൻ നൽകുന്ന വരം തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. രോഗദുരിതങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട അവസ്ഥ. എന്നിരുന്നാലും ഇതിൽ പലതും പുറമെ കാണിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിങ്ങൾ. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകളാൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച അത്രയും ധനം കൈകളിലേക്ക് എത്തിച്ചേരാത്ത അവസ്ഥയുമാകാം. മക്കളാൽ ദുഃഖം, ആശങ്ക എന്നിവ നിങ്ങളിൽ നിഴലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത്തരം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഭഗവാൻ നൽകുന്ന വരത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നു എന്ന് തന്നെയാണ് ഫലം. ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തന്നെ നിങ്ങളുടെ ശത്രുക്കളായി മാറിയ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു. ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. രോഗങ്ങൾ മാറണം, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നീങ്ങണം, കുടുംബ പ്രശ്നങ്ങൾ മാറണം, ആഗ്രഹിച്ച ജോലി ലഭിക്കണം, വിദ്യയിൽ ഉയരണം. അത്തരത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ ആഗ്രഹങ്ങളിൽ പലതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഭഗവാൻ നൽകുന്ന വരത്താൽ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസമാധാനം ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അത്തരം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ കടങ്ങൾ വീട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അകന്ന് പോവുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക, ചെയ്യണം എന്ന് തന്നെ പറയാം. വൈകുന്നേരം വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കാതെ ഇരിക്കരുത്. നിത്യവും ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരമാകുന്നു. ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഏകാഗ്രതയോടെ തന്നെ ഈ കാര്യം ചെയ്യുക. എല്ലാത്തിൽ നിന്നും സംരക്ഷണം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും. കൂടാതെ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരം കുളിച്ച് ശുദ്ധിയോടെ വിഭൂതി അഥവാ ഭസ്മം ധരിക്കുവാൻ നിത്യവും ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും.
ഭഗവാന്റെ ഈ കടാക്ഷം തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിൽ വന്നു ചേരും.